നമസ്കാരം, സംഗീത് ശ്രീധർ, ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ച് 2024 സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ വർഷം നടന്ന നീറ്റ് എക്സാം അടിപൊളിയായി പെർഫോം ചെയ്യാൻ സാധിച്ചു. അത് തന്നെ റിസോഴ്സ് വഴിയും ഗൈഡൻസ് വഴിയും സഹായിച്ച എൻ്റെ മാതാപിതാക്കൾക്കും ബ്രില്യൻ പാല ഫാമിലിക്കും ഒരുപാട് നന്ദി. തലശ്ശേരി ബാച്ചിലായിരുന്നു ഞാൻ ജോയിൻ ചെയ്തിരുന്നത്. അവിടെ എൻ്റെ ക്ലാസ്മേറ്റ് രോഹിത് സാറും കോർഡിനേറ്റർ ജോബി സാറും ആയിരുന്നു. കണ്ണൂർ ജില്ലയിലെ ഫസ്റ്റ് ബാച്ചായിട്ട് കൂടി ഫസ്റ്റ് സെൻറ്റർ ആയിട്ട് കൂടി ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും പഠന സൗകര്യങ്ങളിലൊന്നും കാണിച്ചില്ല. ബ്രില്യൻറ്റിൻ്റെ ടോപ്പ് ഫാക്കൽറ്റി പ്രൊഫസേഴ്സ് തന്നെ ഇവിടെയും വന്ന് പഠിപ്പിച്ചു. പിന്നെ നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി 4 ലെവൽസ് ഓഫ് ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി അവർ സജ്ജമാക്കി തന്നു. പിന്നെ ബ്രില്യൻറ്റ് തന്നെ തയ്യാറാക്കി അവരുടെ ലേണിംഗ് ആപ്പിലും ഈസി ആയിട്ട് ആ ഒരു ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഹോസ്റ്റൽ നല്ലൊരു പഠനത്തിന് സൗഹൃദപ്രദമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. എൻ്റെ റൂംമേറ്റ്സ് ആയാലും മറ്റു ഹോസ്റ്റൽ മേറ്റ്സ് ആയാലും എല്ലാവരും കോച്ചിങ് അതിൻ്റെതായ ഒരു സീരിയസ്നെസ്സോട് തന്നെയായിരുന്നു കണ്ടിരുന്നത്. പിന്നെ നല്ലൊരു വൈബായ ഒരു ഹോസ്റ്റൽ കൂടിയായിരുന്നു. നമ്മുടെ ഹാപ്പിനെസ്സിനായാലും സോറോസിനായാലും എല്ലാവരും പങ്കുചേർന്നും നമ്മളുടെ കൂടെ എൻജോയ് ചെയ്യാനും അത് നമ്മളെ കംഫർട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഒട്ടും മടി കൂടാതെ നിന്നിരുന്നു. നമ്മുടെ വാർഡനായാലും നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. എസ്പെഷ്യലി ഒരു എമർജൻസി നീഡിൽ ഏത് സമയത്തും അപ്രോച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. ആദ്യം അഖിൽ സാറായിരുന്നു വാർഡൻ, പിന്നെ രോഹിത് സാറിനെയായി ഹോസ്റ്റൽ വാർഡനും ഇൻചാർജ് നോക്കിയത്. അപ്പോൾ സാറ് അടുക്ക നമ്മളുടെ റൂമിലൊക്കെ ഒന്ന് വരും. ഡിസിപ്ലിൻ ചെക്ക് ചെയ്യാനും നമ്മളുടെ പ്രോഗ്രസ് അറിയാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ബേസിക് ഒരു ഹോസ്റ്റൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നന്നായി പഠിക്കണം എന്നതിൽ അപ്പുറം ഒരു സ്ട്രിക്റ്റ് ഒരു റിജിഡ് ടൈം ടേബിളോ ഒരു ഹൈപ്പർ സ്ട്രിക്റ്റ് എൻവയൺമെൻറ്റോ ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ലിബറൽ തന്നെയായിരുന്നു ഹോസ്റ്റലും ക്യാമ്പസും ഒക്കെ തന്നെ. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മറ്റൊരു അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് അവർ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാംസ് ആയിരുന്നു. 3 sets ഓഫ് വീക്ക്ലി എക്സാം പേപ്പേഴ്സ് മുതൽ മോഡൽ എക്സാംസ്, പ്രീ മോഡൽ എക്സാംസ്, പിന്നെ റിഹേഴ്സൽ ടെസ്റ്റ് എന്നിങ്ങനെ പല വിധത്തിലുള്ളതും പല ലെവൽസ് ഓഫ് ഡിഫിക്കൽട്ടി ഉള്ള എക്സാംസും അവർ കണ്ടക്ട് ചെയ്തു. അങ്ങനെ ഏതൊരു എക്സാമും ഒറിജിനൽ എക്സാമിന് വന്നാൽ ഏതൊരു ലെവലിനും ഏസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ആയിരുന്നു അത്. പിന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും അതിൻ്റെ റിസൾട്ട് ഡിക്ലറേഷൻ ഉണ്ടാവും, ക്യാഷ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾക്ക് വരുന്ന മിസ്റ്റേക്സ് ഒക്കെ കാണിച്ച് അതൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു അസിസ്റ്റൻസ് അവർ ചെയ്തു തന്നിരുന്നു. ഈ എക്സാംസ് കൊണ്ട് തന്നെ കെയർലെസ് മിസ്റ്റേക്സ് വരാനുള്ള ചാൻസ് നല്ലൊരു എക്സ്റ്റെൻറ്റ് വരെ കുറക്കാൻ പറ്റി. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ചൊല്ലിനിവിടെ വലിയൊരു പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഒരു തിയറി എത്രത്തോളം പഠിച്ചതിന് അപ്പുറം നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് കണ്ടു, എത്രത്തോളം ക്വസ്റ്റ്യൻസിനോട് യൂസ്ഡ് വഴി എന്നതിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതിലാണ് ആക്ച്വലി നമ്മുടെ പ്രിപ്പറേഷൻ മിടുക്ക് കിടക്കുന്നത്. പിന്നെ നമ്മളൊരു സ്ട്രോങ് ഫോക്കസും ഒരു സെൽഫ് കോൺഫിഡൻസും ഡിറ്റർമിനേഷനും ഫൈനൽ എക്സാം വരെയുള്ള അതുവരെ നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനുള്ള ഒരു ഡിറ്റർമിനേഷനും ഉണ്ടാവണം. ഞാൻ ഒരു എയിം വെച്ചായിരുന്നു ആദ്യം ബ്രില്യൻ റിപ്പീറ്റേഴ്സ് ബാച്ച് ജോയിൻ ചെയ്തിരുന്നത്. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഡ്രീം ഇസ് നോട്ട് വാട്ട് യു സീ ഇൻ യുവർ സ്ലീപ്പ് ബട്ട് ഇറ്റ്സ് ദാറ്റ് തിങ് വിച്ച് ഡസൻറ്റ് ലെറ്റ് യു സ്ലീപ്പ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു ഫേമസ് കോട്ടാണിത്. അതേപോലെ നമ്മളൊരു ഡ്രീം സെറ്റ് ചെയ്യണം, ഒരു എയിമും എല്ലാം നമ്മൾ മൈൻഡിൽ ആദ്യം സെറ്റ് ചെയ്യണം. എന്നിട്ട് ഏതൊരു എക്സാം ആയിക്കോട്ടെ അത് തീരുന്നത് വരെ ആ ഒരു ഡ്രീം അല്ലെങ്കിൽ എയിമിൻ്റെ മോട്ടിവേഷനിൽ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. എങ്കിൽ ഒരിക്കലും വിജയം നിങ്ങളെ കൈവിടില്ല. ഈ വർഷം നീറ്റ് എക്സാമിന് എന്നെ പ്രാപ്തനാക്കിയ എല്ലാവർക്കും ഒന്നുകൂടി ഞാൻ നന്ദി പറയുന്നു. ഇനി നീറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വർഷത്തെ നീറ്റ് റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കുമായി ഓൾ ദ ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.